ഹായ് ഫ്രണ്ട്സ്, ജേസ് വ്ലോഗ് പാറശാല വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യാണ്. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു സങ്കടകരമായ കാര്യമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരും വാർത്തയിൽ കേട്ടിട്ടുണ്ടാവും. കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ ഒരു 3 വയസ്സായ ഒരു കുഞ്ഞിനെ ദാരുണ്യമായിട്ട് ബലാത്സംഗം ചെയ്ത് കൊന്ന കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് ഇതിൽ ഒരു കാര്യം പറയണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ വന്നത് കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാ കാര്യങ്ങളും എടുത്തു വെച്ച് റിയേറ്റ് ചെയ്യുന്ന ഒരാളല്ല. എന്നാൽ പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഞാനും ഒരു പെണ്ണാണ്, എനിക്കും ഒരു പെൺകുട്ടിയുണ്ട്. അപ്പോൾ അത് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് വളരെ ഒരു നഷ്ടത്തിൻ്റെ വക്കിലേക്ക് പോകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മുടെ തമിഴ്നാട്ടിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. അതും ഇപ്പോൾ നമ്മളെ മുഖ്യമന്ത്രിയായി വന്ന വിജയ് വന്നതിന് ശേഷമാണ്. അതും കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. തമിഴ്നാട്ടിലെ സ്ത്രീകൾക്കെതിരെ ഉള്ള ഒരു സിംഗപ്പെണ്ണെ എന്ന ഒരു കാര്യം സ്ഥാപിച്ചിട്ട് ആ ഒരു കാര്യം സ്ഥാപിച്ചിട്ട് പോലും ആ തമിഴ്നാട്ടിലെ ഈ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ മുഖ്യമന്ത്രി ഇതിൽ കൂടുതലായിട്ട് കുറച്ചും കൂടെ ഗൗരവം കാണിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് എനിക്ക്. കറക്റ്റ് വെറും 3 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയോടാണ് ഈ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. അതും ഞാനത് കൂടുതലായിട്ട് ഞാൻ ആ ഒരു വീഡിയോസും പിന്നെ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ഒരാൾ മാത്രമല്ല, ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞത്. ഈ കുഞ്ഞിനെ കുറ്റിക്കാടിലേക്ക് ലാസ്റ്റ് ഇവർ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീട്ടുകാരൊക്കെ അന്വേഷിക്കുന്നു, ഈ കുഞ്ഞിനെ കിട്ടുന്നു. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു, കുട്ടിക്ക് ചികിത്സ കൊടുക്കുന്നു. ചികിത്സ കൊടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു രക്ഷപ്പെടും എന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെ അത് മരണത്തിലേക്ക് കീഴടങ്ങുമായിരുന്നു ആ കുട്ടി. അത്രയും കൊടൂരമായി ചെയ്ത അതിൽ ഒരാളെ പിടികിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്കും കമൻറ്റ് വഴി നിങ്ങൾക്ക് അറിയിക്കാം. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഇവർക്ക് ലോകത്തിലെ ഏറ്റവും അധികം എന്താണോ ശിക്ഷ കൊടുക്കാൻ പറ്റുമോ അത്രയും മാത്രം ശിക്ഷ കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഞാൻ പച്ചയ്ക്കായിട്ട് ഇരുന്ന് നിങ്ങളുടെ മുന്നിൽ പറയുന്നത് എൻ്റേതായിട്ടുള്ള സംസാരത്തിൽ നിന്നാണ് പറയുന്നത്. ഞാൻ ഒരിടത്ത് എഴുതി വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളായിട്ട് ഒന്നുമല്ല പറയണത്. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിത് നിങ്ങളോട് പങ്കുവെക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെ മുന്നിലും ഓരോ പെൺകുട്ടികളുണ്ടാവും. ബന്ധുക്കളുടെ മക്കളുണ്ടാവും, നമ്മുടെ സ്വന്തം മക്കളുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു പെൺകുട്ടികൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ പെൺകുട്ടികളെങ്കിലും നമ്മൾ മനസ്സിൽ ഓർത്തിട്ട് ഇതിനെതിരെ പ്രതികരിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഓരോരുത്തരും, ഒരാൾ മാത്രമല്ല, ഓരോരുത്തരും, ഓരോ കുടുംബത്തിൽ നിന്ന് ഓരോരുത്തരെങ്കിലും ഇതിനെതിരെ പ്രതികരിക്കണം. ആ 3 വയസ്സായ കുട്ടി എന്താണ് ഇവർക്കെതിരെ ചെയ്തത്? ഇവരെ എന്ത് തെറ്റാണ് ഇവരോട് ചെയ്തത്? ഇവരിങ്ങനെ കാണിക്കാൻ ഇത്രമാത്രം അധം പതിച്ചു പോയൊക്കെ നമ്മുടെ ലോകം എന്ന്, കേരളം എന്ന് പറയാൻ പറ്റില്ല, തമിഴ്നാടാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അപ്പോൾ ലോകം എന്ന് തന്നെ പറയാം. കേരളവും അത്ര നല്ല ഒരു പ്ലേസൊന്നും അല്ല. ഇരുന്നാലും ഞാൻ പറയുകയാണ്, ഇതുപോലത്തെ ഒരു വൃത്തികെട്ട ഇതിൽ നിന്നൊക്കെ ഒരുപാട് കേരളം മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. വെറും 3 വയസ്സായ കുട്ടികളോടൊക്കെ ഇങ്ങനെ ചെയ്യണമെങ്കിൽ അവരെയൊക്കെ നിർത്തിക്കൊണ്ട് അവരെ മണ്ണെണ്ണ ഒഴിച്ചോ പെട്രോൾ ഒഴിച്ചോ കത്തിച്ച് കളയണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത്രയ്ക്ക് എനിക്ക് സങ്കടം തോന്നുന്നുണ്ട്. ആ കുഞ്ഞിനെ കണ്ടപ്പോൾ എനിക്ക് അത്രമാത്രം എനിക്ക് സങ്കടം തോന്നി. ഞാൻ പേഴ്സണലായിട്ട് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ വളരെ 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 സങ്കടം തോന്നിയ കാര്യമാണ്. ഇങ്ങനെയൊന്നും ഒരു കുട്ടികളോടും ചെയ്യാൻ പാടില്ല. ഞാൻ ആ കുട്ടിയുടെ വീഡിയോസൊന്നും ഞാനിവിടെ കൊടുക്കുന്നില്ല. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയൊരു വാർത്ത വന്നതിനെക്കുറിച്ച് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ആ കുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാവും. ചെന്നൈ തിരുവള്ളൂരിൽ ബലാത്സംഗത്തിനിരയായ 3 വയസ്സുകാരി മരിച്ചു. ഉത്തരേന്ത്യക്കാരായ അതിഥി തൊഴിലാളികളുടെ മകളാണ് മരിച്ചത്. വിശദാംശങ്ങൾ അഭിരാമി ബേബി നൽകും. അഭിരാമി, അതീവ ദാരുണകരമായ സംഭവം പറയൂ വിശദമായി.
അതേ സംഗീത, വളരെ ദാരുണമായ സംഭവമാണ്. ഇന്നലെയാണ് ഈ 3 വയസ്സുകാരി അതിക്രൂര പീഡനത്തിനിരയായത്. ചെന്നൈ തിരുവള്ളൂരിലെ വ്യവസായ മേഖലയായ ഗുമ്മടിപ്പൂണ്ടിയിലാണ് ഇന്നലെ ഈ ഒരു ദാരുണ സംഭവം ഉണ്ടായത്. ബീഹാറുകാരനായ അതിഥി തൊഴിലാളിയായ യുവാവാണ് ഈ പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തത്. ഈ കുട്ടിയുടെ വീട്ടുകാർ ഇന്നലെ കുട്ടിയെ കാണാതായതിനെ തുടർന്ന് അന്വേഷിച്ചു ചെന്നപ്പോൾ ഒരു കുറ്റിക്കാട്ടിയിലാണ് കുട്ടിയെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. അതിനുശേഷം നഗരത്തിലുള്ള സ്റ്റാൻലി ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റിയെങ്കിലും കുട്ടി മരണപ്പെടുകയാണ് ഉണ്ടായത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട ഒരാളെ, ബീഹാറുകാരനായ മറ്റൊരു അതിഥി തൊഴിലാളിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വളരെ വലിയ ഒരു പ്രതിഷേധം തന്നെ ഇതിൽ ഉണ്ടായിട്ടുണ്ട്. നാട്ടുകാർ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. മാത്രമല്ല ഇതൊരു രാഷ്ട്രീയ പ്രത്യാരോപണങ്ങളിലേക്ക് തന്നെ പോയിട്ടുണ്ട്. DMK നേതാവായ PK ഇളങ്കോവൻ വിജയ്ക്കെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ തന്നെ ആരോപണങ്ങൾ ഉന്നയിച്ചു. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി സിംഗപ്പെണ്ണ് എന്ന പേരിലൊരു ടാസ്ക് ഫോഴ്സ് ഇവിടെ രൂപീകരിച്ചത്. പക്ഷേ എന്നിട്ട് പോലും കൊച്ചു കുട്ടിക്ക് പോലും സുരക്ഷിതമായി ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ആരോപണങ്ങളാണ്. പീഡനങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. എന്തായാലും അല്പസമയം മുമ്പാണ് കുട്ടി മരിച്ചത്. അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ ഈ ഒരു സംഭവം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് നമ്മുടെ വിജയ് സിംഗപ്പെണ്ണെ എന്ന് പറഞ്ഞിട്ട് ഒരു ഡാസ് കോഡ് അവിടെ വന്നത് തമിഴ്നാട്ടിൽ. അതുപോലും പെണ്ണുങ്ങൾക്ക് ഒരു രീതിയിലും അവർ സുരക്ഷിതമായിട്ടല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ കുട്ടിയോട് കാണിച്ച് ഈ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സംഘം ആൾക്കാരെ വെറുതെ വിടരുത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കുറച്ചുകൂടെ പറയാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് അവരോട് ഒരു രീതിയിലും ക്ഷമിക്കാൻ കഴിയില്ല. ഒരു രീതിയിലും അവരോട് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയുന്ന ഒരു കാര്യമല്ല അവർ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയൊന്നും ഇങ്ങനെ ചെയ്യുന്നവരൊന്നും മനുഷ്യരേ അല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അവരെ കൊന്നാലും അവരോട് എന്ത് രീതിയിൽ അവരോട് പ്രതികരിച്ചാലും നമുക്ക് അവരോടുള്ള ദേഷ്യം തീരില്ല. കാരണം ഒരു പെൺകുട്ടിയോട്, ഇത് ചെറുതാവട്ടെ വലുതാവട്ടെ, എന്തായാലും ഒരു പെണ്ണല്ലേ അല്ലേ? എന്തായാലും ഈ ഒരു കൊടും ക്രൂരത ചെയ്തവരോട് പ്രതികരിക്കുക തന്നെ ചെയ്യും. ഏതൊരു മനുഷ്യരായാലും പ്രതികരിക്കുക തന്നെ ചെയ്യും. ഞാനും അത് തന്നെയാണ് ചെയ്തത്. പിന്നെ മറ്റൊരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് ഈ ഒരവസ്ഥയിൽ. കാരണം നമ്മൾ പ്രതികരിക്കുമ്പോൾ കുറച്ച് നമ്മളെ ഭാഷകളിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്, ഇല്ലെന്നല്ല. നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോകളിലൊക്കെ ഇങ്ങനെ തന്നെയാണ് എനിക്ക് പ്രതികരിക്കണമെന്ന് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വരുന്നത്. ഇനി വേറെ ആരെങ്കിലും ചില ആൾക്കാർ പറയും, നീ എന്തിനാ കൊച്ചേ ഇങ്ങനെ മറ്റുള്ളവരെ പറയുന്നത്, എടുക്കുന്നത്, നിൻ്റെ കുഞ്ഞ് വയ്യാത്ത കുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞ് വരാം. പക്ഷെ അവർ ഫുൾ വീഡിയോസ് കാണുക, കണ്ടതിന് ശേഷം പ്രതികരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മുടെ കുഞ്ഞിന് വയ്യാത്തത് തന്നെയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. വയ്യാത്ത ഒരു കൊച്ചിൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസാരിക്കാൻ പറ്റും. കാരണം പെൺകുട്ടികളോട് ചെയ്യുന്ന ക്രൂരതയ്ക്കു വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിച്ചത്. പിന്നെ മറ്റു ചിലർ ചോദിക്കും, അയ്യോ നിൻ്റെ കുഞ്ഞിനും വയ്യാത്തതല്ലേ, നീ അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന്. ഞാൻ ഒരു രീതിയിലും മോശമായിട്ട് സംസാരിച്ചിട്ടില്ല ആർക്കെതിരെയും. കാരണം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ മോശമായിട്ട് പ്രവൃത്തികൾ ചെയ്യുന്നവരോട്, കുഞ്ഞുങ്ങളെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞ് ഞാൻ പ്രതികരിക്കും. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ രേണുസുതിയെക്കുറിച്ച് ഒരു വീഡിയോസ് ഇട്ടായിരുന്നു. അത് രേണുസുതിയെക്കുറിച്ച് ഞാൻ ഒരു രീതിയിലും മോശമായിട്ട് പറഞ്ഞിട്ടില്ല. അതിൽ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് തന്നെയാണ് ഞാനും എൻ്റെ കുട്ടിയെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അവളെ ഇഷ്ടപ്പെടാത്തവരും അവളെ സ്നേഹിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഫുള്ളായിട്ട് വീഡിയോസ് കാണില്ല. തുടക്കത്തിൽ കുറച്ച് ഭാഗം അങ്ങ് കണ്ടുകൊണ്ട് വന്നിരുന്ന് നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നവരോടാണ് ഞാൻ പറയുന്നത്, എൻ്റെ കുഞ്ഞിനും വയ്യാത്തത് തന്നെയാണ്, ഓൾറെഡി ശരിയാണ്, നിങ്ങൾ പറയുന്നത് ശരിയാണ്. വയ്യാത്ത കുട്ടിയുടെ അമ്മ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നൊന്നും ഇല്ലല്ലോ അല്ലേ? പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണമല്ലോ അല്ലേ? അതുകൊണ്ട് മാത്രമാണ് ഞാൻ പ്രതികരിക്കുന്നത്. അതുകൊണ്ട് ഫുള്ളായിട്ട് വീഡിയോസ് വന്ന് കണ്ടിട്ട് വേണം
നിങ്ങൾ സംസാരിക്കാൻ കൂടുതലും കേട്ടോ. നിങ്ങൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം, സംസാരിക്കാൻ എല്ലാ ഫുൾ അധികാരവും നിങ്ങൾക്കുണ്ട്. ഇപ്പം എൻ്റെ കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്, എനിക്ക് അതിനുള്ള അധികാരമുണ്ട്. പബ്ലിക്കലി ഞാൻ പറയേണ്ട കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. അത് ഫുള്ളായിട്ട് എൻ്റെ വീഡിയോസ് വന്ന് കാണുക, കണ്ടിട്ട് ഞാൻ പ്രൂഫായിട്ടുള്ള കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. ഓരോരോ കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടേ പറയുന്നുള്ളൂ. ആ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തെറ്റെന്ന് നിങ്ങൾക്ക് പറയാം. പിന്നെ ഈ ഒരു കാര്യം ഞാൻ പറയുന്നതും തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റാണ്. നിങ്ങളുടെ കണ്ണിലെ കാഴ്ചപ്പാടാണ്. എൻ്റെ കണ്ണിലെ കാഴ്ചപ്പാട് എനിക്കത് പ്രതികരിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ പ്രതികരിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാം നിങ്ങൾക്ക് തന്നെ ഞാൻ വിട്ടു തന്നിരിക്കുകയാണ്. എല്ലാം നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ സംസാരം. എൻ്റെ സംസാരം ഞാൻ സംസാരിക്കുന്നു. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതുപോലെ നിങ്ങൾക്കും പറയാം. ഓക്കെ, നിങ്ങൾക്ക് എല്ലാത്തിൻ്റെ സ്വാതന്ത്ര്യവും ഉണ്ട്. അത് ഞാൻ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ കണ്ട് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക, സബ് ചെയ്യുക, കമൻറ്റ് ഇടുക. ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.